തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 തവണ വ്യവസ്ഥ കർശനമാക്കി മുസ്ലിം ലീഗ്. ഇളവ് വ്യാപകമായി ദുരുപയോഗം ചെയ്തെന്ന വിലയിരുത്തലിലാണ് നടപടി. ഇളവ് നേടി സ്ഥാനാർത്ഥിയാകണമെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേക അനുമതി വേണമെന്നും ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, കർശന വ്യവസ്ഥ ഇത്തവണ നടപ്പാക്കുക, ഈ ടേം കാര്യത്തിൽ കർശന വ്യവസ്ഥ നടപ്പാക്കണമെന്ന നിലപാടിൽ തന്നെയാണോ മുസ്ലിം ലീഗ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 3 തവണ മത്സരിച്ചവർ ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ചില പ്രാദേശികമായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും ഇതിലൊരു ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടിക്കകത്ത് ഉണ്ടായി എന്നുള്ളതാണ്. ചിലർ സ്വയം പ്രചരണ പോസ്റ്ററുകൾ ഇറക്കി സ്ഥാനാർത്ഥികളാകുന്നു എന്നുള്ള ഒരു വിലയിരുത്തലും ലീഗിനുണ്ട്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഈ ഇളവ് കർശനമാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഇളവ് വേണ്ട ആളുകൾ, പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ പാർട്ടി അധ്യക്ഷനാണ്, അദ്ദേഹത്തിന് പ്രത്യേക ഇളവ് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇളവ് ലഭ്യമാകൂ എന്നുള്ളതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM എല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണെങ്കിൽ കഴിഞ്ഞ തവണ മാറി നിന്ന ആളുകൾക്ക് ഇത്തവണ വിജയം അനിവാര്യമാണെങ്കിൽ മാത്രമാണ് ഇത്തരം ഒരു ഇളവുള്ളത്. അല്ലാത്തവർക്ക് ഒരു തരത്തിലും ഇളവില്ല, അതിന് ആരെ സമീപിക്കേണ്ട ആവശ്യമില്ല എന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നു. ആരെങ്കിലുമൊക്കെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയാണ്. ഇത്തരം ഈ നിശ്ചയിച്ച കാലാവധി സ്ഥാനാർത്ഥികൾക്കും എല്ലാവർക്കും ബാധകമാണ്. ഈ അച്ചടക്ക നടപടി നേരിട്ട് കഴിഞ്ഞാൽ എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് വ്യക്തമാക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.